സൈലന്റ് ആക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ മറ്റുള്ള ആളുകൾ വിളിച്ച് ശല്യപ്പെടുത്താതെ ഒരു ബിസി, നമ്മളൊരാൾ വിളിച്ചാൽ നമ്മൾ ബിസിയാണ് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുവാന്ന രീതിയിലേക്ക് അത് മൊബൈൽ ഒന്ന് കൈകാര്യം ചെയ്തു വയ്ക്കുക. 25 മിനിറ്റ് സമയം, കൃത്യം 25 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇതിന്റെ പ്ലാൻ പ്രസന്റേഷൻ അവസാനിപ്പിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പ്ലാനിലേക്ക് പോകാം. എന്താണ് PPA സ്പീഡ് ക്യാഷ്? പീപ്പിൾ ടു പീപ്പിൾ അപ്രൂവൽ പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ഇതിന്റെ കമ്പനി എവിടെയാണ്, ഇതിന്റെ MD ആരാണ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ആദ്യമായി അന്വേഷിക്കുന്നത്. എന്നാൽ PPA സ്പീഡ് ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തികച്ചും ഒരു സിസ്റ്റം മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു MD ഇല്ല, ഒരു കമ്പനി ഇല്ല. അപ്പോ ഒരു കമ്പനിയും ഒരു MDയും മറ്റ് സ്റ്റാഫുകളും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്, ആ ബെനിഫിറ്റിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്നാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതിനു മുൻപ് PPA സ്പീഡ് ക്യാഷ് എന്ന ഈ ഒരു വലിയ കൺസെപ്റ്റിന്റെ ഭാഗഭാക്കാകണമെങ്കിൽ, ഭാഗഭാക്കായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ ആദ്യമേ പറയുന്നത്. അതായത് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് 1000 രൂപ ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരേണ്ടത്. എന്നാൽ അത് കടന്നു വരണമെങ്കിൽ നമ്മൾക്ക് മുൻപ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ കഴിയൂ. അതായത് ഇതിനു മുൻപ് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിൽ മാത്രമാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നടക്കുക. ആ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അതിന് നമ്മൾ ഇവിടെ 20 രൂപ വില വെച്ചിട്ടുള്ള ഒരു പിന്ന്, ഒരു ആക്ടിവേഷൻ പിന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ആരാണോ ഈ വലിയ അവസരത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്, വിളിച്ചു കൊണ്ടുവന്നത്, ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ 1020 രൂപ നൽകിക്കൊണ്ട് വേണം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ. കാരണം സിസ്റ്റം ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിക്ക് നൽകണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞു, നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ സൈറ്റിലൂടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 20 രൂപയുടെ ഒരു ആക്ടിവേഷൻ പിന്ന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ പിന്ന് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ID ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ആ IDയിൽ ആർക്കാണോ ഫസ്റ്റ് ഡൊണേറ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായും ആ ഡൊണേഷൻ സ്വീകരിക്കേണ്ട വ്യക്തിയുടെ പേര്, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ, വാട്സാപ്പ് നമ്പർ, ഗൂഗിൾ പേ നമ്പർ, ഫോൺ പേ നമ്പർ, Paytm നമ്പർ തുടങ്ങി എല്ലാ നമ്പറുകളും അവിടെ കൃത്യമായും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുമ്പോൾ ആ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തി 1000 രൂപ അദ്ദേഹത്തിന് ഡൊണേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് ആ പണം റിസീവ് ചെയ്യിച്ച് നമ്മുടെ ID, ആരുടെ ID ആണോ ചെയ്യുന്നത് ആ ID അപ്രൂവൽ ചെയ്യിച്ച് എടുത്താൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് കയറാൻ കഴിയൂ. നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് www.speedcash.co.in എന്നാണ്. അപ്പൊ ആ സൈറ്റിലേക്ക് നമുക്ക് കയറണമെങ്കിൽ അവിടെ ഒരു യൂസർ IDയും പാസ്വേഡും വേണം. അപ്പൊ നമ്മളെ ID ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മൾക്ക് നമ്മുടെ IDയും പാസ്വേഡും നൽകുന്നത്. ആ IDയും പാസ്വേഡും ലഭിച്ച ശേഷം നമ്മുടെ ഗൂഗിൾ ക്രോം പോലെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊബൈലിലേക്ക് നമ്മുടെ ID സൈറ്റിലേക്ക് കയറി നമ്മുടെ ID യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് നമ്മൾ അതിനുള്ളിലേക്ക് കയറുക. ഓക്കെ, നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗഭാക്കായി കഴിഞ്ഞു. ഇതാണ് നമ്മൾ 1000 രൂപ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ആ ഒരു സിസ്റ്റത്തിന് മറ്റൊരു ഓണർ ഇല്ല. അതിന്റെ ഓണർ നമ്മൾ തന്നെയാണ്, അതിന്റെ ബോസ് നമ്മൾ തന്നെയാണ്. അതാണ് ഞാൻ ഇവിടെ ആദ്യമായി പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയായി പറയുന്നു, ഇവിടെ ഒരു കമ്പനി ഇല്ല, അതുപോലെ തന്നെ ഇവിടെ ഒരു ഓണർ ഇല്ല, ഓഫീസ് ഇല്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സർവീസ് ചാർജ് ഇല്ല. നമുക്കറിയാം, നമ്മളെല്ലാം ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിൽ പോലും ഒരു 100 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ അവിടെ കൃത്യമായും അതിനൊരു സർവീസ് ചാർജ് ഉണ്ടാവും. അത് 10 മുതൽ 20% വരെ പല പ്ലാറ്റ്ഫോംസും അവരുടെ സൗകര്യം പോലെയാണ് ഈടാക്കുന്നത്. അത്തരത്തിൽ ഈടാക്കിക്കൊണ്ട് പല കമ്പനികളും
അവിടെ മുതലാളിമാരായി മാറിക്കഴിഞ്ഞു. എന്നാൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ അത്തരത്തിലുള്ള യാതൊരുവിധ സർവീസ് ചാർജും ഇല്ല. കാരണം പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ അയച്ചു കൊടുത്താൽ അത് 1000 രൂപയും അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും എന്നുള്ളത് ഓക്കെയാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തതായി പറയാനുള്ളത്, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നൽകിക്കൊണ്ടല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ നൽകുന്ന 1000 രൂപ തികച്ചും ഡൊണേഷൻ ആണ്. അത് ഒരു കാരണവശാലും തിരിച്ചു ചോദിക്കാൻ പാടില്ല. കാരണം നമുക്ക് അറിയില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്കാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റ് ഉള്ള കൺസെപ്റ്റുകളിൽ നിന്നും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എല്ലാം വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ 1000 രൂപ നമ്മുടെ സ്പോൺസർ ആയിട്ടുള്ള വ്യക്തിക്കാണ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്പോൺസറായ വ്യക്തിക്ക് തികച്ചും 100% ഗ്യാരണ്ടി നൽകാൻ കഴിയും. എന്താണ് ഗ്യാരണ്ടി? ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടി, ഞാൻ പറയുന്നത്, നിങ്ങൾ നൽകുന്ന 1000 രൂപ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരികെ ലഭിച്ചില്ലെങ്കിൽ 1500 രൂപയാക്കി ഞാൻ തരും, അക്കൗണ്ട് ത്രൂ. ഇത് പറയാൻ എനിക്ക് തരുന്ന ധൈര്യം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന്റെ കെട്ടുറപ്പാണ്. കഴിഞ്ഞ 2 മാസക്കാലമായി ഞാൻ ഈ സിസ്റ്റവുമായി കൈകോർത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറുതല്ലാത്ത ഒരു ടീമിനെ കെട്ടിപ്പടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ തിരിച്ച് വീണ്ടും പ്ലാനിലേക്ക് വരികയാണ്. ഇവിടെ റിന്യൂവൽ എന്നൊരു സംഭവമില്ല. നമുക്കറിയാം, മറ്റേ ഏത് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞാലും 6 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റിന്യൂവൽ ചെയ്യുന്ന ഒരു സംഭവമാണുള്ളത്. എന്നാൽ ഇവിടെ റിന്യൂവൽ എന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയും ഒരു സാധനവും വാങ്ങാനോ കൊടുക്കാനോ മറ്റ് ആളുകളെ പരിചയപ്പെടുത്താനോ പോകേണ്ടതില്ല. ഓക്കെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 100% ട്രാൻസ്പെറൻസിയാണ്. എന്താണ് ട്രാൻസ്പെറൻസി? അതായത് ഇന്ന് സിസ്റ്റത്തിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്കറിയാൻ താല്പര്യമുള്ള ഏത് വിഷയത്തെ കുറിച്ചും നാളെ രാവിലെ 4:30 മണി മുതൽ നടക്കുന്ന മീറ്റിംഗിൽ കയറിയിട്ട് ആ മീറ്റിംഗിലേക്ക് നമുക്ക് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിക്കും. ഇതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അത്രയും 100% സുതാര്യമായി നടക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമും എന്റെ അറിവിലില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ ഇവിടെ 100% സിസ്റ്റം വർക്കാണ്. ഇവിടെ പല ആളുകളും പറഞ്ഞു ഒരു വിഭാഗം ആളുകൾക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ മാനുവൽ വർക്കാണ് നടക്കുന്നത് എന്ന്. എന്നാൽ ഞാൻ അവരോട് 100% പറഞ്ഞു, ഇവിടെ മാനുവൽ വർക്ക് അല്ല നടക്കുന്നത്, ഇവിടെ 100% സിസ്റ്റം വർക്കാണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 100% പേയ്മെന്റ് ആണ്. കാരണം 1020 രൂപ മുടക്കി നമ്മൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞു. 20 രൂപ അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗിലേക്ക് പോയി. ബാക്കി 1000 രൂപയും ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സന്റെ അക്കൗണ്ടിലേക്കാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ 100% പേയ്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മെത്തേഡാണ് P2P മെത്തേഡാണ്. അതായത് പേഴ്സൺ ടു പേഴ്സൺ അപ്രൂവൽ പ്രോജക്റ്റ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അത് അടുത്തതായി ഇവിടെ നമുക്ക് നമ്മുടെ താരകമന്ത്രം എന്ന് പറയുന്നത് ഉള്ളി ഹെൽപ്പ്. നമ്മൾ എപ്പോഴൊക്കെയാണോ സഹായം കൊടുക്കുവാനായി മുൻപോട്ട് വന്നിട്ടുള്ളത്, നമ്മൾ കൊടുക്കുന്നതിന്റെ ഇരട്ടിയായി തിരിച്ചു കിട്ടും എന്നതാണ് ഈ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ വാങ്ങുന്നതിനല്ല, കൊടുക്കുന്നതിന് വേണം നമ്മൾ മുൻതൂക്കം കൊടുക്കുവാൻ. അതുകൊണ്ട് തന്നെ ആദ്യം 1000 രൂപ കൊടുത്ത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുവാൻ പോകുന്ന വരുമാനത്തെ സംബന്ധിച്ചിട്ടാണ് ഇനി പറയുവാൻ പോകുന്നത്. ഓക്കെ, സ്ക്രീന് വ്യക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ஒரு நிமிஷம் சேட்டா, நாங்கள் வந்து ஷேரிங்ல தான் போகணும், டாக்குமெண்ட்ல போக கூடாது. டாக்குமெண்ட்ல போனீங்கன்னா சின்னதாயிடும். பேக் வந்துட்டு ஷேரிங்ல போங்க. ஷேரிங் போய் ஸ்கிரீன் ஷேரிங்கே பண்ணுங்க. பேக் வாங்க, பேக் வாங்க. நேரா தெரியல பாக்கி வரமா? இப்போ வந்து எப்படி இருக்கு? ஸ்கிரீன்ல இருந்து வெளியே வாயும். Not sharing screen. Okay, share ചെയ്യോ? back வரும். വന്നു. இப்போ ஷேர் செய்யும். Okay, screen share കഴിഞ്ഞു. ഷെയർ ചെയ്യോ? സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ ചെയ്തോളൂ.
നമ്മുടെ ഇൻകം പ്ലാൻ. டாக் ஃபண்ட்ல போக தேவையில்ல. டாக் ஃபண்ட்ல ഓക്കെ ഓക്കെ போகണ്ട. ഓക്കെ ഓക്കെ നമ്മുടെ ഇൻകം പ്ലാൻ ഇട്ടോ, ഇൻകം പ്ലാൻ. ஆ ஸ்கிரீன் ஷேர் செய்யும். ആ ഇപ്പൊ വാട്സപ്പ് ഓക്കെ അതിനാണ് വന്നിരിക്കുന്നത്. ആ ആ ആ ആ അങ്ങനെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യും. ஓகே டாக்குமெண்ட்ல போக வேண்டாம் சேட்டா. ஒரு நிமிஷம் இருங்க. நான் ஷேர் செய்யும் காட்டும். ப்ளீஸ் ഇതല്ല PDF അല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, PDF അല്ല. PDF ഷെയർ ചെയ്യக்கூடாது. അങ്ങനെ വെരി ഗുഡ് அப்படியே ലെഫ്റ്റ് സൈഡ് ഇழுത്താ മതി. ഓക്കെ താങ്ക് യു. ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ ഇൻകം പ്ലാനിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു 1000 രൂപ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൊടുക്കും തോറും, നമ്മൾ കൊടുത്തത് 1000 രൂപയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ ആദ്യ ലെവലിൽ നമ്മൾക്ക് 2 വ്യക്തികൾ 1000 രൂപ വീതം തരാൻ പോവുകയാണ്. അതായത് ടോട്ടൽ 2000 രൂപയാണ് ലഭിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1000 രൂപ വീതം 2 വ്യക്തികൾ നൽകുന്നത് ഒന്നിച്ചല്ല നൽകുന്നത്. ഓരോ വ്യക്തിയും 1000 രൂപ തരുമ്പോൾ ആ 1000 രൂപ നമ്മൾ കൈപ്പറ്റുമ്പോൾ അതോടൊപ്പം നമ്മൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഒരു 1000 രൂപ വരുമ്പോൾ 750 രൂപ നമ്മൾ സിസ്റ്റം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ ID അപ്രൂവൽ ചെയ്ത് വാങ്ങിയതിനു ശേഷം മാത്രമേ അടുത്ത 1000 വരൂ. ഓക്കെ, അപ്പോ അടുത്ത 1000 വരുമ്പോഴും 750 രൂപ നമ്മൾ സിസ്റ്റം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിക്കോ ഒന്നിലധികം വ്യക്തികൾക്കോ ആയി നൽകേണ്ടി വരും. അതായത് ഒരു പക്ഷേ എങ്കിൽ 500, 250 എന്ന ലെവലിലായിരിക്കും വരിക. അപ്പോ എങ്ങനെയായാലും ആദ്യത്തെ ലെവലിൽ നിന്നും നമ്മൾ നൽകേണ്ടത് 1500 രൂപയാണ്. 2000 രൂപ നമ്മൾ കൊടുത്തു, 1500 രൂപ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. അതിനുശേഷം വരുന്ന 500 രൂപ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, 1000 രൂപ മുടക്കി കടന്നു വന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ നമ്മൾക്ക് 500 രൂപ ലഭിച്ചു കഴിഞ്ഞു. ഇത് ലഭിക്കുവാനായി ഒരു പക്ഷേ എങ്കിൽ ഒരു 30-35 ദിവസങ്ങൾ വരെ എടുത്തേക്കാം. കാരണം നമ്മൾ 1000 രൂപയും കൊടുത്തിട്ട് എപ്പോൾ അടുത്തത് എനിക്കെപ്പോൾ കിട്ടും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ ക്രൗഡ് ഫണ്ടിങ് ആണ്. അതായത് ക്രൗഡ് ജനറേറ്റ് ചെയ്തു വരുന്നത് എത്ര വേഗത്തിലാണോ അത്ര വേഗത്തിൽ നമുക്ക് ലഭിക്കാനുള്ളത് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ സിസ്റ്റം. അതിന് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യുവാൻ തയ്യാറാകണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ റെഫറൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, കാരണം അങ്ങനെ ചെയ്യാൻ പറയുന്നതിന്റെ കാരണം നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടത് 2 വ്യക്തികളെയാണ്. ആ 2 വ്യക്തികളെ നമുക്ക് ഇൻകം വരുന്നതിന് മുൻപ് തന്നെ കൊണ്ടുവന്ന്, ഇതൊരു സിംഗിൾ എൻട്രി സിസ്റ്റമാണ്, 2 മെട്രിക്സ് ആണ് നമ്മളുടെ പ്ലാൻ. പക്ഷെ 2 വ്യക്തികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേസ്മെന്റ് ഓക്കെ ആയി. നമ്മൾ ആ ക്യൂവിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ആ ക്യൂവിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പോലും ഈ സിസ്റ്റം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടന്നു വരുന്ന ഓരോ വ്യക്തികളും 2 ഡയറക്റ്റ് റെഫറൽ ചെയ്യുവാനായി അവരുടെ ഫസ്റ്റ് ലെവൽ വരുന്നത് വരെ കാത്തിരിക്കരുത്. അതിനു മുൻപ് തന്നെ 2 ഡയറക്റ്റ് റെഫറൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. നമ്മുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ 1500 രൂപയ്ക്ക് അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് 4 വ്യക്തികൾ 1500 രൂപ വീതം നൽകുവാൻ പോവുകയാണ്. ആ 1500 രൂപ വീതം 4 വ്യക്തികൾ നൽകുമ്പോൾ ടോട്ടൽ 6000 രൂപയാണ് നമുക്ക് ലഭിക്കുക. 6000 രൂപ ലഭിക്കുമ്പോൾ അതിൽ നിന്നും 2500 രൂപ നമ്മൾ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഒരു വ്യക്തിക്കോ ഒന്നിലധികം വ്യക്തികൾക്കോ ആയാണ് നമ്മൾ നൽകേണ്ടത്. സിസ്റ്റം ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ, അതായത് 750, 500, 250, 1000, ഏതായാലും 1000 രൂപയിൽ കൂടുതൽ ഒരാൾക്കും അയക്കേണ്ടി വരില്ല. 1000 രൂപയാണ് നമ്മൾ അയക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ തുക. ഏറ്റവും ചെറിയ തുക എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇങ്ങനെ 4 രീതിയിലാണ്
നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ രണ്ടാമത്തെ ലെവലിൽ നിന്നും 2500 രൂപ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾക്കൊരു പുതിയ റീബർത്ത് ഐ ഡി വരികയാണ്. അപ്പൊ റീബർത്ത് ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം 1000 രൂപ മുടക്കി ഒരു ഐ ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ രണ്ടാമത്തെ ലെവലിൽ നമ്മൾക്ക് ഒരു ഐ ഡി കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനൊരു 1000 രൂപ പോകും. അതോടൊപ്പം നമ്മളെ കൈപിടിച്ച് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ സ്പോൺസർ അദ്ദേഹത്തിന് ഒരു 500 രൂപ പോകും. അത് നമ്മളല്ല നൽകുന്നത്. നമുക്ക് മുൻപേ ഈ സിസ്റ്റത്തിൽ വന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും സ്പോൺസർ ഇൻകം എന്ന ലെവലിൽ നമ്മുടെ സ്പോൺസർക്ക് ഈ 500 രൂപ നൽകുന്നത്. പക്ഷെ അത് നമ്മുടെ ടോട്ടൽ കൗണ്ടിൽ കുറവ് വരും. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കും സ്പോൺസർ ഇൻകം 500 പോയിരിക്കുന്നതായിട്ട് കാണിക്കും. പക്ഷെ അത് നമ്മളല്ല അയക്കേണ്ടത്. നമ്മൾ അയക്കേണ്ടത് മറ്റാർക്കെങ്കിലും ആയിരിക്കും. മറ്റേതെങ്കിലും വ്യക്തിയുടെ ഒരു സ്പോൺസർക്കായിരിക്കും നമ്മൾ സ്പോൺസർ ഇൻകമായി ഈ 500 രൂപ അയക്കേണ്ടത് എന്ന് അറിയിക്കുകയാണ്. കാരണം പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ 2500 രൂപ അപ്ഗ്രേഡ് ചെയ്തു. 1000 രൂപ ഒരു പുതിയ റീബർത്ത് ഐ ഡിക്ക് നൽകി. 500 രൂപ സ്പോൺസർക്ക് കൊടുത്തു. ബാലൻസ് എത്രയുണ്ട്? 2000 രൂപ. ആ 2000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ 2000 രൂപ കൈപ്പറ്റാൻ എത്ര സമയമെടുക്കും? പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആദ്യത്തെ ഒരു ലെവലിൽ നിന്നുള്ള ഇൻകം വന്നത് 1 മാസം കൊണ്ടാണ് എങ്കിൽ അടുത്ത ലെവൽ ഇൻകം വരാൻ ഒരു പക്ഷേ എങ്കിൽ ഒരു 60 ദിവസം വരെയും താമസം വരാം. അതായത് 2 മാസക്കാലം എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. അടുത്ത ലെവൽ എന്ന് പറയുന്നത് 3ാമത് ലെവലാണ്. 3ാമത് ലെവലിൽ നമുക്ക് വരുവാൻ പോകുന്നത് 2500 രൂപ വീതം 8 മെമ്പറുകൾ, 8 ആളുകൾ നമ്മൾക്ക് തരാൻ പോവുകയാണ്. അതായത് 20,000 രൂപ. ഈ 20,000 രൂപ ടോട്ടൽ നമുക്ക് ലഭിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ നൽകേണ്ടത് ആദ്യം വരുന്ന 10,000 രൂപ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അതായത് സിസ്റ്റം നിർദ്ദേശിക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വ്യക്തിക്കോ ഒന്നിലധികം വ്യക്തികൾക്കോ ആയി 10,000 രൂപ നമ്മൾ നൽകണം. അതോടൊപ്പം 2 റീബർത്ത് ഐ ഡികൾ കൂടി വീണ്ടും ആരംഭിക്കുകയാണ്. ആ 2 റീബർത്ത് ഐ ഡികൾക്കായി 2000 രൂപ നൽകണം. അതോടൊപ്പം നമ്മുടെ സ്പോൺസർക്ക് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡിൽ 2000 രൂപ സ്പോൺസർ ഇൻകമായി പോകും. ഓക്കെ, അങ്ങനെ അവിടെ നമ്മൾ ടോട്ടൽ 14,000 രൂപയും മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 6,000 രൂപയാണ്. ഈ 6,000 രൂപ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ 6,000 രൂപ നമ്മൾക്ക് എപ്പോൾ വരും? ഇത് ഓരോ ലെവലും പറയുന്നതിന് കാരണം ആളുകൾ ഇത് വന്നിട്ടേ ചെയ്യൂ എന്ന് കരുതി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരോടാണ് നമ്മൾ കൃത്യമായും ഇതിന്റെ പ്ലാൻ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത 3ാമത് ലെവൽ വരാൻ നമുക്ക് 2 ലെവലുകൾ വരാൻ ടോട്ടൽ 3 മാസം എടുത്തെങ്കിൽ അടുത്തത് ഒരു ലെവൽ വരാൻ വേണ്ടി നമുക്ക് ഒരു പക്ഷേയെങ്കിൽ 3 മാസം എടുത്തേക്കാം. അപ്പോൾ ടോട്ടൽ 6 മാസത്തിനുള്ളിൽ എന്തായാലും അത് വരും. അപ്പൊ ഇതാണ് കൃത്യമായും പറയുവാൻ കഴിയുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത്. അടുത്ത 4ാമത് ലെവലിലേക്ക് പോവുകയാണ്. 4ാമത് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ലെവലാണ്. നമുക്കവിടെ ഏറ്റവും പ്രധാനം അവിടെ അപ്ഗ്രേഡ് ഇല്ല. നമ്മൾക്ക് അവിടെ 16 വ്യക്തികൾ 10,000 രൂപ വീതം 1,60,000 രൂപ നമുക്ക് തരാൻ പോവുകയാണ്. ഈ 1,60,000 രൂപ ലഭിക്കുമ്പോൾ നമുക്ക് അവിടെ അപ്ഗ്രേഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് നമുക്ക് പുതിയ 5 റീബർത്ത് ഐ ഡികൾ കൂടി വരും. ആ പുതിയ 5 റീബർത്ത് ഐ ഡികൾക്കായി 5,000 രൂപ നൽകണം. അതോടൊപ്പം 10,000 രൂപ നമ്മുടെ സ്പോൺസർക്ക് പോകും. ഇത് രണ്ടും കൂടെ ചേർത്താൽ 15,000 രൂപയായി. ആ 15,000 രൂപ കിഴിച്ചാൽ 1,60,000 രൂപയിൽ നിന്ന് 15,000 രൂപ കിഴിച്ചാൽ 1,45,000 രൂപ. ഇത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും 1000 രൂപ മുടക്കി കടന്നു വന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വർഷം കൊണ്ട് ലഭിക്കുവാൻ പോകുന്നത് 1,53,500 രൂപയാണ്. ഓക്കെ, അതിനെ 12 ഡിവൈഡ് ചെയ്താൽ ഏതാണ്ട് ഒരു മാസം 12,000 സംതിങ്, 13,000 രൂപ തികയില്ല, 12,000 സംതിങ് രൂപ ഒരു മാസമായി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇത് ഒരു റൗണ്ടിലെ വരുമാനം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 2ാമത് റൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ 8 റീബർത്ത് ഐഡികളാണുള്ളത്. നമുക്ക് ആദ്യം ഒരു ഐഡിയിൽ നിന്ന് 1,53,000 രൂപയാണ് ഒരു വർഷം കൊണ്ട് ലഭിച്ചത് എങ്കിൽ അടുത്ത വർഷം ലഭിക്കുവാൻ പോകുന്നത് 1,53,500 രൂപ വീതം 8 ഐഡികളിലാണ്.
ഓക്കെ, അങ്ങനെയെങ്കിൽ ആ 8 ഐഡികൾ ടോട്ടൽ എത്ര ലഭിക്കും? ഇവിടെ കണക്ക് കൂട്ടുവാൻ എളുപ്പത്തിന് വേണ്ടി ഒരു 1.5 ലക്ഷം രൂപ വെച്ചാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. 8 ഐഡികളിൽ നിന്നും 1.5 ലക്ഷം രൂപ വീതം ലഭിക്കുകയാണ് എങ്കിൽ 12 ലക്ഷം രൂപ ലഭിക്കും. അത് 2ാമത് വർഷത്തിൽ. അപ്പോൾ 2ാമത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അത് 3ാമത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ 8 ഐഡികൾ വീണ്ടും പുതിയ 8 ഐഡികൾ കൂടി വരും. 8 ഐഡികൾക്കും അപ്പോൾ 64 ഐഡികളാവും. 64 ഐഡികളിൽ നിന്നും 1,80,000 രൂപ വീതം ലഭിച്ചാൽ 98 ലക്ഷം രൂപയാണ് ലഭിക്കുവാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്കുക. വെറും 1000 രൂപ മുടക്കി കടന്നു വരുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നും 3 വർഷങ്ങൾ കൊണ്ടാണ് 3 റൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗെയിൻ ചെയ്യുവാൻ പോകുന്നത് 1,11 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇത്ര വലിയ ഒരു വരുമാനം മറ്റ് ഏത് കൺസെപ്റ്റിൽ എവിടെ കിട്ടും? ഇത്ര ചെറിയ ഒരു പൈസ മുടക്കി. ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സാധനം മേടിക്കുകയല്ല. പൈസ നമ്മൾ 1000 രൂപ കൊടുക്കുന്നത് സംഭാവനയായ 1000 രൂപ സംഭാവന കൊടുക്കുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇത്ര വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് എങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം ഇതുകൊണ്ട് നമ്മുടെ വരുമാനം തീരുന്നില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ 2 ഡയറക്റ്റ് റെഫറൽ മസ്റ്റായും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് സിസ്റ്റം പറഞ്ഞിട്ടില്ല, ഞാനാണ് പറയുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന 2 വ്യക്തികൾ നമ്മുടെ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ആ ജോയിനിങ്ങിന് വരുന്ന ഡേറ്റിന്റെ ക്യാപ്പ് മാത്രമേ കാണൂ. ഈ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവരോരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് സ്പോൺസർ ഇൻകമായി ലഭിക്കുവാൻ പോകുന്നത് 12,500 രൂപയാണ്. അപ്പോൾ 2 വ്യക്തികൾ മസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. 2 വ്യക്തികളിൽ നിന്ന് എത്ര ലഭിക്കും? 25,000 രൂപയാണ് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. 2ാമത് റൗണ്ട്, ആ 2ാമത് റൗണ്ടിൽ നമുക്ക് വന്നതുപോലെ തന്നെ 8 ഐഡികൾ അവർക്കും റീബർത്തായി വരും. അവർക്ക് 8 ഐഡികൾ വീതം റീബർത്തായി വരുമ്പോൾ ആ 8 ഐഡികളുടെയും സ്പോൺസർ നമ്മൾ തന്നെയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 25,000 × 8 എന്ന് കൂട്ടിയാൽ നമുക്ക് എല്ലാവർക്കും കണക്ക് കൂട്ടാൻ അറിയാം, 2 ലക്ഷമാണ് അല്ലെ? വെറും 2 വ്യക്തികളെ നമ്മൾ ഇതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അതിന്റെ സ്പോൺസർ ഇൻകം മാത്രമായി 2ാമത് ലെവലിൽ ലഭിക്കാൻ പോകുന്നത് 2 ലക്ഷമാണ്. 2 ലക്ഷം ലഭിക്കുകയാണ് എങ്കിൽ അടുത്ത റൗണ്ടിൽ 3ാമത് റൗണ്ടിൽ, ഞാനിവിടെ 3 റൗണ്ടുകൾ മാത്രമേ പറയൂ, ആ 3ാമത് റൗണ്ടിൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് × 8 ആണ്. 2 × 8 എന്ന് പറഞ്ഞാൽ 16 ലക്ഷം രൂപയാണ്. ഓക്കെ, വെറും 2 വ്യക്തികളെ മാത്രം കൈപിടിച്ചു കൊണ്ടുവന്നാൽ ഇത്ര വലിയ ഇൻകമാണ് ലഭിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സമൂഹത്തിൽ പണമില്ലാതെ വിഷമിക്കുന്ന, കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൺമുൻപിൽ, ഇവരുടെയൊക്കെ കൈകളിലേക്ക് എന്തുകൊണ്ട് നമ്മൾക്ക് ഈ അവസരം കൊടുത്തുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആ അവസരം അവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് എങ്കിൽ, അതായത് നമ്മുടെ ഡയറക്റ്റ് റെഫറൽ കൗണ്ട് എന്ന് പറയുന്നത് 2ഉം കഴിഞ്ഞ് 12ഉം കഴിഞ്ഞ് 24ഉം കഴിഞ്ഞ് മുൻപോട്ട് പോയാൽ അതിന്റെ ഒരു ചെറിയ കണക്ക് ഞാനിവിടെ പറയാം. നമുക്ക് ആദ്യം ഒരു 12 ഡയറക്റ്റ് റെഫറൽ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ സിസ്റ്റം ഏർപ്പെടുത്തിയിരിക്കുന്ന ഫസ്റ്റ് റാങ്ക് നമുക്കറിയാം. എല്ലാ പ്രോഗ്രാമിലും റാങ്കുകളുണ്ട്. അവിടെ ചെമ്പ്, പിത്തള, അലുമിനിയം, സ്വർണം, വെള്ളി എന്നൊക്കെ പറഞ്ഞാണ് റാങ്കുകൾ കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മളിവിടെ ചെമ്പും പിച്ചളയും ഒന്നും പറയുന്നില്ല, കാരണം ഇവിടെ വരുന്നതെല്ലാം തനി തങ്കമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സിസ്റ്റം പ്രൊമോട്ടർ എന്ന റാങ്കാണ്. ആ സിസ്റ്റം പ്രൊമോട്ടർ എന്ന റാങ്കിലേക്ക് എത്താൻ 12 ഡയറക്റ്റ് റെഫറൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മുടെ സമൂഹത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പണമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു 250-300 രൂപയ്ക്ക് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിലോ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിലോ അത്തരത്തിലുള്ള കടകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരെ നമുക്കറിയാം. ഇവരിലേക്ക് ഈ ഒരു അവസരം എത്തിച്ചു കൊടുത്താൽ അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. അത്ര വലിയൊരു അവസരമാണ് കൊടുക്കുന്നത്. ഒരു 12 ഡയറക്റ്റ് റെഫറൽ കംപ്ലീറ്റ് ചെയ്താൽ സിസ്റ്റം പ്രൊമോട്ടർ എന്ന റാങ്കിലെത്തിയാൽ ഫസ്റ്റ് ലെവലിൽ നിന്ന് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ലഭിക്കുവാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ചെറുതല്ല. അതെ, കണ്ണിന് ശകലം പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ചു നോക്കുന്നത്. നമുക്ക് 1,50,000 രൂപയാണ് ലഭിക്കുവാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ 2ാമത് റൗണ്ട് എന്ന് പറയുന്നത്
1,50,000 ഇൻറ്റു 8 അതായത് 12 ലക്ഷമാണ്. അതിന്റെ 3 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുവാൻ പോകുന്നത് 96 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇത് 3 കൂടെ കൂട്ടിയാൽ അവിടെയും 1 കോടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ശിഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 1 കോടി എന്ന്, അല്ലെങ്കിൽ കോടികളുടെ കണക്ക് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കോടികളുടെ കണക്ക് പറയുന്നില്ല. നമ്മൾ 25 ഡയറക്ടർ റെഫറലാണ് ചെയ്യുന്നത് എങ്കിൽ സിസ്റ്റം മാനേജർ എന്ന പൊസിഷനിലേക്ക് എത്തും. ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3,12,500 രൂപയാണ് നമുക്ക് ഒരു ലെവലിൽ നിന്നും കിട്ടാൻ പോകുന്നത്. രണ്ടാമത് റൗണ്ടിൽ അത് ഇൻറ്റു 8 വീണ്ടും മൂന്നാമത് റൗണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും അതിനെ ഇൻറ്റു 8 നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയെടുക്കുക. ഓക്കെ, അടുത്തതായി 50 ഡയറക്ടർ റെഫറൽ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ഹെഡ് എന്ന റാങ്കിലേക്ക് എത്തും. സിസ്റ്റം ഹെഡ് എന്ന റാങ്കിലേക്ക് എത്തിയാൽ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സ്പോൺസറിംഗ് தலையை கட் பண்ணி வைக்க வேண்டியதாண்டா. ഇതൊന്നുമല്ല, ഒരുപാട് ആളുകളെ നമുക്കറിയാം, ആയിരക്കണക്കിന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന മനോഭാവത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 100 ഡയറക്ടർ റെഫറൽ കംപ്ലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ പരമോന്നത റാങ്ക് ആയിട്ടുള്ള സിസ്റ്റം ഡയറക്ടർ എന്ന റാങ്കിലേക്ക് നമ്മൾ എത്തിച്ചേരും. റാങ്കിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ലഭിക്കുവാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്പോൺസർ ഇൻകം മാത്രമായി ലഭിക്കുവാൻ പോകുന്നത് 12,50,000 രൂപയാണ്. സെക്കൻഡ് റൗണ്ടിൽ ഇൻറ്റു 8, തേർഡ് റൗണ്ടിൽ ഇൻറ്റു 8. ഓക്കെ, അപ്പോൾ ഏതാണ്ട് 8 കോടിയാണ് ഇവിടെ നേടുവാൻ പോകുന്നത്. ഇതുകൊണ്ട് നേടുന്നില്ല, ഇത് എന്റെയും നിങ്ങളുടെയും കാലം കൊണ്ട് അവസാനിക്കില്ല. എന്റെയും നിങ്ങളുടെയും സന്തതി പരമ്പരകൾ, വരും തലമുറകൾ ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ വളരെ സ്പീഡിൽ പോവുകയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് നമുക്കുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നുമില്ല. ഒരു മൊബൈലിൽ ഒരു ID. ഞാൻ പറയും, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ID അടിക്കാവൂ. കാരണം ഇത് ഓരോ വർഷവും നമ്മുടെ ഒരു ID 8 കുട്ടികളെ പ്രസവിച്ചുകൊണ്ടിരിക്കും. ആ 8 വീണ്ടും അടുത്ത് 8 ID വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഒരു 5 വർഷം മിനിമം കണക്ക് കൂട്ടിയാൽ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്നിരുന്നാൽ പോലും വർക്ക് ചെയ്ത് എടുക്കുവാൻ കഴിയാത്ത രീതിയിലാണ് ഇതിന്റെ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു കുടുംബത്തിൽ നിന്നും ഒരു ID മാത്രം അടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുക. ഇവിടെ നമ്മൾക്ക് ID അടിക്കുവാനായി വേണ്ടത് നമ്മുടെ ഒഫീഷ്യൽ നെയിം, മൊബൈൽ നമ്പർ, അതുപോലെ നമുക്ക് മെയിൽ ID നമ്മൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇവിടെ ഗൂഗിൾ പേ നമ്പർ, ഫോൺ പേ നമ്പർ, പേടിഎം നമ്പർ, വാട്സാപ്പ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായും വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന വ്യക്തിയുടെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ആ സെൻഡ് ചെയ്യുമ്പോൾ കൃത്യമായും ക്യാപിറ്റൽ ലെറ്റർ തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അക്ഷരപ്പിശക് ഇല്ലാതെ കൊടുക്കണം. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ കൃത്യമായും 10 ഡിജിറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ 9 ഡിജിറ്റും 11 ഡിജിറ്റും ഒക്കെ നൽകുന്ന ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊന്നും ഫോൺ നമ്പർ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പറിന് നമ്മൾക്ക് വെറും 10 നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ 10 നമ്പറുകൾ കൃത്യമായി അയച്ചു കൊടുക്കുക. അതോടൊപ്പം 1000 + 20 1020 രൂപയും കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോൺസർ, നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്ന ആ ഗുരുനാഥൻ നിങ്ങളുടെ ID ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കാണോ 1000 അയച്ചു കൊടുക്കേണ്ടത് അത് കൊടുത്ത് അപ്രൂവൽ ചെയ്ത് വാങ്ങി നിങ്ങൾക്ക് ID-യും പാസ്വേഡും തരും. സൈറ്റിലേക്ക് കയറാനുള്ള സൈറ്റിന്റെ അഡ്രസ്സും അദ്ദേഹം തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് കയറാം. ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈറ്റിന്റെ ഭാഗമായി. സുഹൃത്തുക്കളെ, നിങ്ങളിവിടെ നേടുവാൻ പോകുന്നത് 1-2 രൂപയുടെ നേട്ടമല്ല. അപ്പൊ നമ്മളെ ഇതിനെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് തമിഴ് മീറ്റിംഗിലേക്ക് പോകേണ്ടതുണ്ട്. പ്ലാൻ കേട്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റാളുകളോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കും. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പ്ലാൻ കേട്ടിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ ജ്യേഷ്ഠനോടോ അനുജനോടോ പോലും അഭിപ്രായം ചോദിക്കരുത്. കാരണം അവർ ഈ പ്ലാൻ കേട്ടിട്ടില്ല, എന്താണ് എന്ന് അവർക്കറിയില്ല. പ്ലാൻ കേട്ടത് നിങ്ങളാണ്. ഡിസിഷൻ എടുക്കേണ്ടതും നിങ്ങളാണ്. വേണമെന്നാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ നിങ്ങളുടെ അപ്ലൈന്റെ കൈകളിലേക്ക് ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസും അതോടൊപ്പം അദ്ദേഹത്തിന്റെ GPayയിലേക്ക് 1020 രൂപയും നൽകിക്കൊണ്ട് നാളെ രാവിലെ 6 മണിക്ക് സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ആദ്യത്തെ ID എന്റേതായിരിക്കണം എന്ന തീരുമാനമെടുത്തുകൊണ്ട്
മുൻപോട്ട് പോവുക. അത്തരത്തിൽ ഇത്രയും സമയം എന്റെ ഈ പ്ലാൻ പ്രസന്റേഷൻ കേട്ട എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനമായി വീണ്ടും പറയുന്നു, ഈ ശിഷ്യത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും എന്റെ ഓരോരുത്തരും ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളോട് എനിക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയും ഞാൻ ഗ്യാരണ്ടി എന്ന്. ആ ഞാൻ ഗ്യാരണ്ടി എന്ന വാക്കോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഓക്കെ, നല്ലതേ നടക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.